ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ പുതിയൊരു എപ്പിസോഡ് പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കാരണം നമ്മളുടെ അനിയനെ ആയിരിക്കുകയാണ്. ഇന്നലെ മുതൽ രാത്രി മുതൽ അനിയെ കാണാണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ നമ്മളെ അനിയുടെ അച്ഛൻ ഉറങ്ങാണ്ട് കിടക്കുകയാണ്. അപ്പോഴാണ് അനിയുടെ അമ്മ വരുമ്പോൾ അയാൾക്ക് വലിയ വിഷമം പറയും. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അനിയുടെ അമ്മോട് പറയുന്നത്, നമുക്കൊരു മോനല്ലേ ഉള്ളൂ, അവൻ്റെ ആഗ്രഹപ്രകാരം വേണ്ടേ കല്യാണം നടത്താൻ, ഇത് അവന് ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തും പോലെയല്ലേ എന്ന് പറയുമ്പോൾ അനിയുടെ അമ്മ പറയുന്നുണ്ട്, അത് ഈ കല്യാണ തലേന്നാണോ പറയുന്നത്, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഭാര്യയായിട്ട് വരുന്നത് അനാമിക തന്നെയാണ്, അപ്പോൾ ആ കുട്ടീനെ തന്നെ കല്യാണം കഴിച്ചാൽ മതി, ഇനിയിപ്പോൾ ഒരു മാറ്റം വേണ്ട, ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് നയനയുടെ അമ്മ എന്തൊക്കെയോ അമ്പലങ്ങളിൽ പോയി വഴിപാടൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കല്യാണം മുടങ്ങാനും എല്ലാവരുടെ മനസ്സ് മാറാനും കാരണം എന്നൊക്കെ പറയും. അപ്പോൾ പറയുക, നീ എന്ത് അനാവശ്യമാണ് ഈ പറയുന്നത്, അങ്ങനെയൊന്നും അല്ല സംഭവിക്കാൻ പോണതെന്നറിയാം. അപ്പോൾ ആരെ കൊടുത്താലും ആ ഫ്രോഡ് പെണ്ണിനെ നന്ദനേനെ എൻ്റെ മരുമകളായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്ന് പറയുമ്പോൾ അനിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഫ്രോഡ് പെണ്ണോ, അങ്ങനെയൊന്നും പറയരുത് നീ എന്ന് പറയും. അപ്പോൾ അതെ, ഫ്രോഡ് പെണ്ണെന്നെയാണ്. അവസാനം അയാൾ പറയും, നീ ഒന്ന് കിടന്നുറങ്ങുക, നാളെ കല്യാണമാണ്, എല്ലാവരും ഉറങ്ങി, ഇനിയിപ്പോൾ നീ ഇത് നിൻ്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി, വെറുതെ എല്ലാവരെയും അറിയിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങനെ തിരിഞ്ഞ് കിടക്കുക. അപ്പം നമ്മുടെ അനി ആകെപ്പാടെ സങ്കടപ്പെട്ട് റൂമിൽ കൂടെ കിടക്കണു ഇരിക്കണു, ആകെപ്പാടെ വെപ്രാളം പിടിച്ച പോലെ റൂമിൽ തെക്കുവടക്ക് നടക്കുകയാണ് പാവം. അപ്പോൾ അവനിങ്ങനെ നന്ദനയോട് പറയുന്നതും നന്ദുവിനോട് പറയുന്നതൊക്കെ അവനിങ്ങനെ മനസ്സിൽ കാണും. അപ്പോൾ നന്ദു പറയുകയാണ്, നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന പോലും ഇവിടെ കണ്ടു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കുക, നീ പോവാനി എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരല്ലേ എന്നൊക്കെ അവൾ പറയുമ്പോഴൊക്കെ അവനത് വളരെ വിഷമത്തോടു കൂടി കേൾക്കും. പിന്നെ കാണിക്കുന്ന ആദർശിനെ നയനി. ആദർശ് ഉറങ്ങാണ്ട് കിടക്കുക, അവനെന്തോ ഒരു മനസ്സിലൊരു വിഷമോ വെപ്രാളോ പോലെ. അവൻ അവിടുന്ന് നീച്ച് ചെല്ലുമ്പോൾ അനിയുടെ റൂമിൻ്റെ വാതിൽ തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ ആദർശ് ഇവനെന്താ വാതിലൊന്നും അടയ്ക്കാണ്ട് കിടക്കുന്നത് എന്ന് പറഞ്ഞ് ചെന്ന് അവനെ വിളിക്കുമ്പോൾ റൂമിൽ അനിയെ കാണില്ല. അനിയെ കാണാണ്ട് അവൻ അവിടെയൊക്കെ അന്വേഷിച്ച് അവസാനം ബാൽക്കണിയിലൊന്ന് താഴ്ത്തു നോക്കുമ്പോൾ അവൻ്റെ ബൈക്കും അവിടെ കാണില്ല. അപ്പോൾ നോക്കണം, എല്ലായിടത്തും നോക്കും, ഫോണിൽ വിളിച്ച് നോക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫോൺ എടുക്കണില്ല. അപ്പോൾ അത് ഭയങ്കര വിഷമാവും അവന്. പിന്നെ അവിടെയൊക്കെ അനി പറഞ്ഞ് വിളിച്ച് നടക്കുന്നുണ്ട്. പിന്നെ നയനെ വന്ന് വിളിക്കുക, നയൻ എണീക്കുക എന്ന് പറയുമ്പോൾ അവൾ പെട്ടെന്ന് ചാടി എണീക്കുക. എന്താ നിൽക്കുമ്പോൾ അനിയെ കാണാനല്ല അറിയുമ്പോൾ അവൾ പറയും, എന്താണ് അനിയെ കാണാനല്ലേ, എവിടെ അനി എന്നറിയും. അറിയില്ല, ഞാൻ ഇവിടെയൊക്കെ അന്വേഷിച്ചു, പക്ഷേ അവനെ കാണുന്നില്ല എന്നറിയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പിന്നെ അവിടെയൊക്കെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവൻ ഈ നേരത്തെ ഇത് എവിടെ പോയി എന്നറിയും. അപ്പോൾ അപ്പോഴും ആദർശ് പറയുന്നുണ്ട്, അവന് ഇഷ്ടമില്ലാത്ത കല്യാണമാണ് നടത്തുന്നത്, അവന് ഇഷ്ടമുള്ള ഏതൊരു പെൺകുട്ടിയാണെങ്കിലും അത് പറയണ്ടേ, എന്നാൽ നമുക്കത് ചെയ്തൊരു അന്യമതത്തിൽപ്പെട്ട കുട്ടിയാണെങ്കിലും അവൻ്റെ ഇഷ്ടത്തിന് ഞാൻ നിന്ന് കൊടുക്കില്ലായിരുന്നു, ഇതിപ്പോൾ അത് അവൻ പറഞ്ഞതില്ല, മനസ്സിൽ മൂടി വെച്ച് നടക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ നയന മിണ്ടാണ്ട തലയും താത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് പറയാൻ പറ്റില്ലല്ലോ അവളുടെ അനിയത്തിയാണ് കഥാപാത്രം എന്നുള്ളത്. അപ്പോൾ അറിയും, ഇനിയിപ്പോൾ നന്ദു ഉണ്ടോ നോക്ക് റൂമിൽ, ഇനിയിപ്പോൾ രണ്ടുപേരും കൂടെ പുറത്തേക്ക് എങ്ങടെങ്കിലും പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ആവില്ല അറിയും, ഞാൻ നന്ദുവിൻ്റെ അടുത്ത് പോയി നോക്കാറ്. അപ്പോൾ നന്ദു റൂമിൽ ഇതുപോലെ കണ്ണും വീഴ്ച കിടക്കുകയാണ്, ഉറങ്ങണമൊന്നുമില്ല, അവളും ആകെ ടെൻഷനിലാണ്, എന്ത് ചെയ്യും എന്നുള്ളൊരു വിഷമം, അവൻ്റെ കാര്യം ആലോചിച്ചിട്ട് നല്ല വിഷമം അവൾക്കും ഉണ്ട്. അങ്ങനെ നയനെ വന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് അവൾ ചെന്ന് വാതിലെടുക്കുമ്പോൾ, എന്താ ചേച്ചി ഈ നേരത്ത് നോക്കുമ്പോൾ പറയും, നയനെ അനിയനെ കാണാനാ, നിന്നെ അവൻ വിളിച്ചിരുന്നോ ചോദിക്കുക. അപ്പോൾ അറിയില്ല, എന്നെ വിളിച്ചിട്ടില്ല, എന്തു പറ്റി, അവൻ എങ്ങോട്ടാ പോയി അറിയില്ല. അപ്പോൾ ആകെ ടെൻഷനാവും. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോഴേക്കും ആദർശ് പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ച് വിവരം പറയും കേട്ടോ. അപ്പോൾ പറയും, സാർ എന്താ ഈ നേരത്തെ വിളിക്കണമെന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ SI. അപ്പോൾ അയാൾ അങ്ങ് കാണാനില്ല, അനിയനെ കാണാനില്ല, നാളെ അവൻ്റെ കല്യാണമാണ്. ഇതിപ്പോൾ നല്ല തമാശയായല്ലോ, നേരത്തെ കല്യാണ പെണ്ണിനായിരുന്നു കാണാനില്ലാണ്ടായത്, ഇപ്പോൾ കല്യാണ ചെക്കനെ കാണാണ്ട് പറയുമ്പോൾ, അറിയില്ല സാറേ, വീട്ടിലുണ്ടായിരുന്നു, അവനാണെങ്കിൽ കല്യാണത്തിന് ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല, എല്ലാവരുടെ നിർബന്ധത്തിലാണ് ഇപ്പോൾ അവനായി കല്യാണം കഴിക്കുന്നത് തന്നെ, എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ, അവൻ്റെ നമ്പർ തരുമെന്ന് പറയുമ്പോൾ ആദർശ് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നയന നന്ദുവിൻ്റെ അടുത്ത് നിന്ന് ഇതും നമ്മളെ പേർക്ക് വരും, അല്ലെങ്കിലോ ചെറിയമ്മ നമ്മളെ പറ്റി പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ഇനിയിപ്പോൾ ഈ കുറ്റം നമ്മളെ തലയിൽ തന്നെ വരും, അപ്പോഴേക്കും നമുക്ക് അവനെ കണ്ടുപിടിക്കണം എന്ന് പറയാം. അതിനിപ്പോൾ എന്താ വഴി എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ തിരിച്ച് അവൾ ആദർശിൻ്റെ അടുത്ത് വരുമ്പോൾ ആദർശ് പറയും, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ SI വിളിക്കുകയാണ്. അപ്പോൾ പറയും, എന്താണ്
കോതക്കുളം എന്നോ എന്തോ ഉള്ളൊരു സ്ഥലത്ത് അവൻ്റെ ലൊക്കേഷൻ, ഫോണിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത്. അവിടെ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ അറിയില്ല സാർ, എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വരുന്നില്ല അറിയും. അപ്പോഴേക്കും നയന വരും. നയന വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, പിന്നെ നിനക്കറിയോ അവിടെ ആരുള്ളത് പറയുമ്പോൾ ആ നന്ദുവിൻ്റെയൊക്കെ ഫ്രണ്ട്സ് ഒരു ആളുണ്ട്, അവിടെ ഒരു റിസോർട്ടുണ്ട്, അവിടെ ആ റിസോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, ഇവരെല്ലാവരും കൂടെ ഇടയ്ക്ക് അവിടെ പോവാറുണ്ട്, എന്നാൽ നമുക്ക് പെട്ടെന്ന് അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ ആദർശും നയനയും കൂടെ അങ്ങോട്ട് പോവുകയാണ് കാറിൽ. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും ഉറങ്ങി കഴിഞ്ഞപ്പോൾ ആരും ഉണർത്തേണ്ട, എല്ലാവരും നേരത്തെ കടന്നതല്ലേ, നാളെ കല്യാണം ആയതുകൊണ്ട് ഇനിയിപ്പോൾ ആരും ഉണർത്തി വിഷമിപ്പിക്കേണ്ട, നമുക്ക് പോയിട്ട് വരാണ്ട് അവർ രണ്ടുപേരും കൂടെ പോവുകയാണ്. കാറിൽ പോകുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നീയാണെങ്കിൽ പണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ അവനെ എന്നോടായിരുന്നു എല്ലാം പറഞ്ഞിരുന്നത്, നിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എല്ലാം നിന്നോടാണ് പറഞ്ഞത്, എന്നിട്ട് നിനക്ക് അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടീനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നന്ദു ആണെങ്കിൽ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അവൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല പറയുമ്പോൾ നയനങ്ങനെ തല താഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ അവന് ഇഷ്ടമല്ലാണ്ട് ഒരു പെണ്ണിനെ ഇനി വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇനി എന്താവും അവസ്ഥ, എന്താ അങ്ങനെയൊക്കെ കുറേയൊക്കെ നയനേനെ കുറ്റപ്പെടുത്തും പോലെയാണ് ആദർശ് സംസാരിക്കുന്നത്. അങ്ങനെ അവർ ഈ റിസോർട്ട് ചെല്ലും. അവിടെ കുറേ ബൈക്കുകളൊക്കെ നിർത്തിയിട്ടുണ്ടാകും, പക്ഷേ അതിലൊന്നും അവൻ്റെ ബൈക്ക് കാണില്ല. അപ്പോൾ അവർ കാർ ഒതുക്കിയിട്ടിട്ട് റിസപ്ഷനിൽ പോയിട്ട് ചോദിക്കും, റോഷൻ എന്ന പേരുള്ള ഒരു സ്റ്റാഫ് ഉണ്ട് വയ്ക്കുമ്പോൾ ഉണ്ട്, അവന് പക്ഷേ ഡ്യൂട്ടി ഇല്ല സാർ, അവൻ റൂമിലാണ് എന്ന് പറയും. അപ്പോൾ ഏതാ റൂം എന്ന് പറയുമ്പോൾ റൂം നമ്പർ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ ചെന്നിട്ട് വാതിൽ മുട്ടുമ്പോൾ അവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ അനി, ഫുൾ ടാങ്കായിട്ട് വെള്ളമടിച്ച് ഫിറ്റായി അവൻ അവിടെ. നന്ദുവിൻ്റെ കൂട്ടുള്ള നന്ദുവിൻ്റെ ഫ്രണ്ട്സും അവനും കൂടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഇയാൾ വാതിലുറക്കുമ്പോൾ ചോദിക്കും, അപ്പോൾ എവിടെ അനി എവിടെ വയ്ക്കുമ്പോൾ അയാളിങ്ങനെ കിടക്കയിലേക്ക് നോക്കുമ്പോൾ ആദർശ് ചെല്ലുക. അപ്പോൾ ആദർശ് എന്നിട്ട് വിളിക്കുക, അനി നീ എന്തായി കാണിക്കണേ, എഴുന്നേക്ക്, നാളെ നിൻ്റെ കല്യാണം ആരെ കല്യാണം എന്ന് പറയുമ്പോഴേക്കും ഒരൊറ്റ അടിയാണ് കൊടുക്കും ആദർശ് അവൻ്റെ മുഖത്തിനിട്ടിട്ട്. അപ്പോൾ നീ എന്താ കളിക്കുകയാണോ, എന്താ നീ അങ്ങോട്ട് വാ, നീ വീട്ടിൽ പോകാം. അപ്പോൾ കൂട്ടുകാരൊക്കെ ചീത്ത അറിയും, നിങ്ങൾ എന്ത് പണിയാണ് കാണിക്കണേ, അവനിങ്ങനെ കുടിച്ച് കിടത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നിട്ട് ചീത്ത പറയുമ്പോൾ, അല്ല അങ്ങനെയല്ല ചേച്ചി, അതല്ല സംഭവിച്ചിരുന്നത്, ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞാൽ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നാളെ എനിക്ക് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് അവൻ ആ റിസോർട്ടിൽ എത്തിപ്പെട്ടത് എന്നൊക്കെ ഉള്ളത് നമുക്ക് നാളെ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ. എല്ലാവരും കാണാൻ നല്ല ആകാംക്ഷയോട് കൂടിയിട്ടാണ് നമ്മുടെ പത്രമാറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ സങ്കടമാണ് നമ്മുടെ അനിയുടെ കാര്യം, വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു കഥാപാത്രം നമ്മളെ അനിയാണ്. വളരെ സങ്കടത്തോടു കൂടിയാണ് അനിയുടെ അവസ്ഥ കണ്ടുകൊണ്ട് പോണത്. അപ്പോൾ എല്ലാവരും നമ്മുടെ പത്രമാറ്റ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കാണുക, വളരെ ആകാംക്ഷാജനകമായ കാര്യങ്ങളാണ്. ഓക്കെ, ബൈ, സി യു.